നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസങ്ങളിലും നമ്മുടെ റാങ്കിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വലിയൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാണ്. നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാറ്റസ് എവിടെയാണ്, നമ്മൾ ഏത് റാങ്കിലാണ് ഉള്ളതെന്ന് അറിയണം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, അതേപോലെ തന്നെ സാംസങ്, സിയോമി, വിവോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനീസാണ്. ഇലക്ട്രോണിക് സെഗ്മെൻറ്റ്സുകളും വെക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനീസാണ്. രണ്ടാമത്തെ ആൾക്കാരും എൻ്റർപ്രൈസസ് കമ്പനീസാണ്. ഒരു ബിഗ് സ്കെയിൽ തന്നെയാണ് അവരുള്ളത്. ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ബേസ് ആയിട്ടുള്ള ഒറിജിനൽ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരും ഇവരുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ സെയിൽ ചെയ്യുന്നത്. ഇവർക്കും വലിയൊരു ഹ്യൂജ് സെയിൽസ് ഉണ്ട്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇതിൻ്റെ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ കാണാൻ പറ്റും. ഇതൊരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇനി മൂന്നാമത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആണ്. നമ്മുടെ ഓൺ നിഷ് മാർക്കറ്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിംഗ് പ്രൊഡക്റ്റ്. ഇതൊന്നും പേടിക്കാനില്ല. കാരണം നിങ്ങൾ ഈ 1/3 ഇപ്പോൾ കറന്റ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇത് എന്താ പറയണ്ടേ, സാധാരണ ചിലവയാണ് അല്ലേ. ഈ ചിലവ ഒരു മാസം ഉണ്ടാക്കുന്ന റവന്യൂ നിങ്ങൾ നോക്കി 6,31,000. ഒരു സിംഗിൾ പ്രൊഡക്റ്റുകളും നിങ്ങളുടെ തലവര മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇതിനർത്ഥം. അപ്പം അവർക്ക് ഇപ്പം കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാക്സിൽ ഏൺ ചെയ്യാൻ പറ്റും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി.